ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു GNS. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മെത്തേഡ് ഓഫ് സ്റ്റഡി, അതായത് നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമ്മൾ പെർഫെക്റ്റ് ആവുക, നമ്മൾ എക്സാമിന് വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് തയ്യാറെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതൊരു ഓർഡറായിട്ട് അല്ലെങ്കിൽ അതൊരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമ്മളെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മളെ എക്സാമിന് തയ്യാറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്റ്റഡി മെത്തേഡാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു അടുക്കും ചിട്ടയായി വൃത്തിയായി അടുക്കി വെച്ച് തുണികൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു അലമാരയിൽ നിന്ന് ഒരു തുണി നമ്മൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് പറ്റും. പക്ഷേ അതേ സ്ഥാനത്ത് എല്ലാം കൂടെ അങ്ങനെ ഒരു കുന്നുകൂടി ഒരു ഓർഡർ ഇല്ലാതെ അങ്ങനെ മൊത്തം കൊളാബറേഷനായിട്ട് കിടക്കുന്ന ഒരു അലമാരയിൽ പോയി നമ്മൾ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പഠിത്തവും. അതേപോലെ നമ്മൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിൻ്റെ ആൻസർ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ ചകഞ്ഞെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മളതൊരു ഓർഡറിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് ക്ലിക്കാവും, പെട്ടെന്ന് അത് എക്സാമിന് നല്ല നീറ്റായി പ്രസൻറ്റ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി മെത്തേഡിൽ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഓർഡർ ഫോളോ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ട് ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെ വരിക, അല്ലെങ്കിലോ ബാക്കിൽ നിന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നിട്ട് വരിക. ഏതെങ്കിലും ഒരു ഓർഡർ നമ്മൾ ഫോളോ ചെയ്തിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ടോപ്പിക്ക് പഠിച്ചു, കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ബോറടിച്ച് കഴിഞ്ഞു, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ നേരെ വന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ വേറെ ഏതോ ഒരു പോയിന്റ് പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് പഠിക്കുക. അങ്ങനെ നമ്മൾ ഒരു ഓർഡർ ഇല്ലാതെ മൊത്തത്തിൽ അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ ഫുൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. എല്ലാ ചാപ്റ്ററും നമ്മളൊരു കണ്ടിന്യൂഷനോടെ അല്ലെങ്കിൽ ഒരു നല്ല ഓർഡർ കീപ്പപ്പ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് നമ്മളെ നല്ല രീതിയിൽ എക്സാമിന് റെഡിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെത്തേഡ് ഓഫ് സ്റ്റഡീൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.